Hi students, St. Bergman's Higher Secondary School, the Center of Excellence and Enrichment, welcomes you to the treasures of wisdom with intelligent solving techniques. Twist. Hi everyone, Changanasheri St. Bergman's Higher Secondary School, Treasures of Wisdom with Intelligent Solving Techniques അഥവാ ട്വിസ്റ്റ് എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ കുറിച്ചാണ്. നിങ്ങളിൽ പലരും ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനഫിറ്റുകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇതിനെല്ലാമുള്ള ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ ട്വിസ്റ്റ് എന്ന പ്രോഗ്രാം. നമുക്ക് മുൻപിലുള്ള നിരവധി അവസരങ്ങളെ ട്വിസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ തുടക്കം എന്ന രീതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വിശാലമായ ലോകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ജവഹർലാൽ നെഹ്റു സെഡ്, ഇംഗ്ലീഷ് ഈസ് അവർ മേജർ വിൻഡോ ടു ദ വേൾഡ്. ലോകത്തിലേക്കുള്ളൊരു ജാലകമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ് നെഹ്റു ഇംഗ്ലീഷിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, ലിങ്ക് ലാംഗ്വേജ് ആണ്, ലൈബ്രറി ലാംഗ്വേജ് ആണ്. ഇങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് പറയുന്നത് 84 കോടി ജനങ്ങൾ അവരുടെ പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്തത് ഇംഗ്ലീഷിനെയാണ്. ഏകദേശം 67 കൺട്രീസിൽ പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷാണ് കരുതപ്പെടുന്നത്. അതുപോലെ 50 കോടി ജനങ്ങൾ അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്, അതായത് 27 കൺട്രീസിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവരുടെ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇനി ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അതുപോലെ US-നും UK-ക്കും ശേഷം മൂന്നാമത്തെ വലിയ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇന്ത്യയാണ്. നമുക്ക് കിട്ടിയ വലിയൊരു വരദാനമാണ് ലാംഗ്വേജ്. നമ്മുടെ ഐഡിയാസ് യഥാർത്ഥ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഈ ലാംഗ്വേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ വലിയൊരു സ്ഥാനമുണ്ട്. അവസരങ്ങളുടെ ഒരു വലിയ ലോകം ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾക്ക് മുൻപിൽ തുറന്നു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് അറിയപ്പെടുന്നത് തന്നെ ഇംഗ്ലീഷ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഓപ്പർച്യൂണിറ്റി, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ ബട്ട് എനിവെയർ അക്രോസ് ദ വേൾഡ്. ലോകത്തിൽ എവിടെയായാലും അവസരങ്ങളുടെ ഒരു വലിയ കൂമ്പാരത്തിന് മുന്നിലേക്കാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മോർ കരിയർ ഓപ്പർച്യൂണിറ്റി. ഒരുപാട് തൊഴിലവസരങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾക്ക് നൽകുന്നുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള തൊഴിലവസരങ്ങൾ. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എ ഡോമിനൻറ്റ് ബിസിനസ് ലാംഗ്വേജ്. ബിസിനസ്സിനെ നിലനിർത്തുന്ന അല്ലെ ബിസിനസ്സുകളെ നയിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ ബിസിനസ്സിലും മറ്റ് ഒട്ടനവധി മേഖലകളിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. സെക്കൻഡ് അഡ്വാൻറ്റേജ്, ആക്സസ് ടു എ വേൾഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെൻറ്റിൻ്റെ ലോകത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വലിയൊരു പങ്കുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിംസ്, ബുക്സ്, മ്യൂസിക് ഒക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ദി ടോപ്പ് ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ്. ഇംഗ്ലീഷ് ഒരു ഇൻ്റർനെറ്റ് ലാംഗ്വേജ് ആണ്. കാരണം മോസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ആൻഡ് ഇൻഫോർമേഷൻ അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ്. നമുക്ക് കിട്ടുന്ന കൂടുതൽ ഇൻഫോർമേഷനും നെറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൂടുതലും നമുക്ക് ഇംഗ്ലീഷിലാണ്. നെക്സ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷൻ എൻഹാൻസ്മെൻറ്റ്. ലോകത്തിലെ ഏറ്റവും നല്ല പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമ്മുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയണം. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എൻഹാൻസ്മെൻറ്റ് എന്നുള്ളൊരു പോയിന്റ് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇംഗ്ലീഷ് ഗീവ്സ് യു വൈഡർ ആക്സസ് ടു നോളജ്. നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത്
വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് നോളജിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനദർ അഡ്വാൻറ്റേജസ് യു ക്യാൻ ഈസിലി ട്രാവൽ എനിവെയർ ഇൻ ദ വേൾഡ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾക്കറിയാമെങ്കിൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും യാത്രയിലൂടെ പുതിയ പുതിയ ഇൻഫർമേഷൻ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ട്രാവലിങ്ങിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് മേക്ക് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് അതർ ലാംഗ്വേജസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ലാംഗ്വേജും ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് മാത്രമാണ് നമ്മളെ കൊണ്ടുചെല്ലുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണ എല്ലാവരിലുമുണ്ട്. ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ് നമുക്ക് നമ്മുടെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരുന്നുണ്ട്. ഒരുപാട് എക്സാംസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ്. അതുപോലെ ഇംഗ്ലീഷ് പ്രധാനമായ റോള് വഹിക്കുന്ന കുറേ എക്സാംസാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ എക്സാം UPSC, 2 NDA, 3 CDS, മിലിറ്ററി നഴ്സിംഗ്, SSC, RRB, സ്റ്റേറ്റ് PSC എക്സാമുകൾ, ബാങ്ക് ടെസ്റ്റ്, ഇങ്ങനെ നിരവധി എക്സാമിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ നമ്മുടെ ആ ഒരു നോളജ് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് പ്രൊഫഷനായാലും ഇംഗ്ലീഷ് ഒരു വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എക്സാംസിലെല്ലാം ഒരു നിശ്ചിത ശതമാനം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് നമ്മുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിലെല്ലാം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒന്നാണ് IELTS, ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. നിങ്ങൾക്കറിയാം UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ കൺട്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ടോ ജോലിക്കോ ഒക്കെ പോകണമെങ്കിൽ IELTS വളരെ അത്യാവശ്യമാണ്. അപ്പം IELTSലെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് ആണ്. നമുക്ക് എത്രമാത്രം ലാംഗ്വേജ് അറിയാം, നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല്, റീഡിങ് സ്കില്ല്, ലിസണിങ് സ്കില്ലൊക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം 6 അല്ലെങ്കിൽ 6.5 സ്കോർ നമുക്ക് ആവശ്യമാണ് നമ്മുടെ സ്റ്റഡീസ് ഈ രാജ്യങ്ങളിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. നമ്മൾ അത്രയും പോയിൻ്റ് സ്കോർ ചെയ്യണം. അപ്പോൾ IELTS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ IELTS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുപോലെ IELTS പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, TEFL എന്ന് പറയും. അതും ഇതുപോലെ അമേരിക്ക, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നമുക്ക് പോകാനായിട്ട് വേണ്ടിയുള്ള അതിന് മുന്നേ ഉള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലെയുള്ള ഒരു എക്സാമാണ്. അപ്പോൾ 120 മിനിമം 80 മാർക്സ് നമ്മൾ സ്കോർ ചെയ്താൽ മാത്രമേ അതും നമുക്ക് പാസ്സാകാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പം ഇതും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അടുത്ത ഒരു ഏരിയയാണ് OET അഥവാ ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇതും ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്. ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ട് നമ്മൾ UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ദുബൈ, നമീബിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു OET എക്സാം നമ്മൾ പാസ്സാവണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് UPSC കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാം. നിങ്ങളിൽ പലരുടെയും ഒരു ഡ്രീം ആയിരിക്കാം ഒരു IAS ഓഫീസർ ആവുക, ഒരു IPS ഓഫീസർ ആവുക, ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വർക്ക് ചെയ്യുക. അതുപോലെ തുടർന്ന് വരുന്ന 26 സർവീസിൽ ഏതെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയി ജോലി നോക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഡ്രീമാവാം. അപ്പം അതിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു UPSC കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാമിലും ഇംഗ്ലീഷ് വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2020 നമ്മുടെ കേരള ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എക്സാമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, KAS എന്ന് പറയും. അതായത് കേരള ഗവൺമെൻറ് കേരള PSC കണ്ടക്ട് ചെയ്ത എക്സാമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിൻ്റെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. നിങ്ങൾ അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൽ ഒരു കാറ്റഗറിയിൽ
ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഒരു ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ ഒരു വ്യക്തിയാണ്. അപ്പം അതുപോലെ നിരവധി എക്സാമുകൾ സിവിൽ സർവീസ് പോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ നമുക്ക് നിരവധി എക്സാമിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഏരിയയാണ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് എഡ്യൂക്കേറ്റർ. 2030 ഏകദേശം യുഎനോടെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ലാംഗ്വേജ് എഡ്യൂക്കേറ്റർ എന്നുള്ള ഒരു ജോബ്. WGU പോലുള്ള ഓൺലൈൻ ഓർഗനൈസേഷന് ഇതുപോലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് ടീച്ചിങ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, ടീച്ചിങ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്, ടീച്ചിങ് ഇംഗ്ലീഷ് ടു സ്പീക്കേഴ്സ് ഓഫ് അതർ ലാംഗ്വേജസ്. ഇങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ, നമ്മൾ അറിയാത്ത ഒരുപാട് മേഖലകൾ നമുക്ക് മുന്നിലുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി അടുത്ത സെക്ഷനിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പഠനത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് നല്ലൊരു തുടക്കത്തിന് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു.